സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ വൈസ്മാൻ റജി. ഞാൻ ഇന്ന് നിൽക്കുന്ന ലയൺ ജിമ്മിൻ്റെ ഫ്രണ്ടാണ്, കേശവാസുരത്തുള്ള ജിമ്മിലൊന്നാണ്. അന്നേരം ഇവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനാണ്. പുള്ളിയോട് നമ്മുടെ കെയർ ദ ഏജൻറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ വൈസ്മാൻ്റെ ഒരു പ്രോജക്റ്റാണല്ലോ കെയർ ദ ഏജൻറ്റ്, പ്രായമുള്ളവരെ കരുതുക എന്നുള്ളത്. അപ്പം സത്യം പറഞ്ഞാൽ പുള്ളിയുടെ പേര് പോലും എനിക്കറിയില്ല. ഞാൻ ചോദിക്കാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം, എന്നിട്ട് പുള്ളി എന്താ പറയുന്നതെന്ന് അവിടെ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇത് ഓക്കെ കാണാതെ, ഇത് നമ്മുടെ ലയൺ ജിമ്മിലെ സെക്യൂരിറ്റി ചേട്ടനാണ്. പുള്ളിയുടെ പേര് പോലെ എനിക്കറിയാം. ചേട്ടാ പേരെന്താ? രാജേന്ദ്രൻ. ഓക്കെ, രാജേന്ദ്രനാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രോജക്റ്റ് എന്താണ്, നമ്മളെന്താണ്, എന്തിനെ പറ്റിയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള. കെയർ ദ ഏജൻറ്റ്, അതായത് പ്രായമുള്ളവരെ കരുതുക. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രായമുള്ളവരെ നമ്മൾ എന്താണ്, നമ്മളൊക്കെ പ്രായമായി തുടങ്ങുന്നു, എന്നാലും പ്രായമുള്ളവർ നമ്മൾ എങ്ങനെ കരുതണം? ആരോഗ്യമുള്ളവർക്ക് കുഴപ്പമില്ല. കൈകാല ആരോഗ്യം ഇല്ലാത്തവരാണെങ്കിൽ ഓക്കെ ബുദ്ധിമുട്ടാണ്. വീട്ടിലെ ആൾക്കാർ വേണം സഹകരിക്കാൻ. അതെ. അപ്പൊ ഇപ്പൊ അങ്ങനെ പൊതുവെ കാണുന്നുണ്ടോ, അതോ പൊതുവെ ചെറുപ്പക്കാരൊക്കെ എങ്ങനെയാണ്? ചില ആൾക്കാര് കടത്തന്നെ കിടക്കുന്നവരുണ്ട്. മോശമായിട്ടുള്ള രീതിയിൽ അവര് ജനിപ്പിച്ച് വളർത്തിയവരെ അവര് നോക്കുന്നില്ല, വെളിയിലാക്കിയിട്ട് ഉള്ള സ്ഥലം എഴുതി വാങ്ങിയിട്ട് തല്ലി പുറത്താക്കുക എന്നുള്ളതാണ്. പക്ഷെ നല്ല രീതിയിൽ നോക്കുന്നവരും ഉണ്ട്. നല്ല രീതിയിൽ നോക്കുന്നവരും. കരുതുക എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുന്നത് മാത്രമാണോ, അതോ പൈസ കൊടുക്കുമ്പോ സ്നേഹം കാണിക്കും. വെളിയിലാക്കും. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതിനകത്ത് ഇവിടെ വരുന്നതിൽ എങ്ങനെയാണ് പ്രായമുള്ളവര്? കുഴപ്പമൊന്നുമില്ല. ഏത് പ്രായം വരെയൊക്കെ ഉള്ളവർ ഇവിടെ വരാറുണ്ട്? പിന്നെ കൂടിപ്പോയ 55. അതിൽ കൂടുതലുള്ളവരൊന്നും 10-7 വയസ്സെന്നുള്ളവരൊന്നും വരാം. 70 വയസ്സുള്ള 55-60 വയസ്സുള്ളവർ വരാൻ വഴി. അത്രേ ഉള്ളൂ. അപ്പോൾ അത് സാമ്പത്തികമായിട്ടുള്ളവരൊക്കെ ആയിരിക്കും വരുന്നത്. ജിമ്മിൽ വരുള്ളൂ, ഇല്ലാത്തവർ വരൂല. എന്തായാലും രാജേന്ദ്രൻ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പ്രായമുള്ളവരെ നമ്മൾ കരുതണം. അതെന്തിനാണ്? നമ്മുടെ മക്കൾ നമ്മളെ കരുതാൻ വേണ്ടിയാണോ, അതോ നമ്മളെ നമുക്ക് അറിയാവൂലോ എങ്ങനെയാണോ? നമുക്ക് ഇല്ല. അതെ അതെ. അപ്പൊ ഇവര് കരുതാൻ കാര്യം എന്താണ്? ഇവരെ കരുതണം എന്ന് പറയുന്നത് ഇവരുള്ളതുകൊണ്ടാണ് നമ്മളുള്ളതെന്നുള്ള ഒരു ശാസ്ത്രം കൊണ്ടാണ്, ഒരു കടമ. നമ്മളല്ലേ ജനിപ്പിച്ച് വിടുന്നത്. തിരിച്ച് വരണം. അതേപോലെ ചിലവര് വരും, ചിലവര് വരൂല. അപ്പോൾ എന്തായാലും ചേട്ടന് നല്ല സന്തോഷമായിട്ടിരിക്കട്ടെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. അപ്പം നമ്മളിത് ആക്ച്വലി യൂട്യൂബിലിട്ടിട്ട് നമ്മുടെ സംഘടനയുടേതായിട്ട് നമ്മളിത് മാക്സിമം പ്രൊമോട്ട് ചെയ്യും. കാര്യം എല്ലാവരും ഈ ഒരാളെങ്കിലും ഇത് മനസ്സിലാക്കി നന്മയുടെ പാതയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കാര്യം ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു തത്വമുണ്ട്, ഈ ഒരു തലമുറ, നമ്മുടെ മുന്നേ ഉള്ള തലമുറ ഇല്ലാതെങ്കിൽ നമ്മളില്ല. അത്രേ ഉള്ളൂ. വേറെ ഒന്നും നമ്മൾ അറിയില്ല. നമുക്ക് പണമുണ്ടോ സമയമുണ്ടോ ഇതൊന്നും വിഷയമല്ല. അതെ, കുറച്ച് സമയമെങ്കിലും അവരുടെ കൂടെ അവരുടെ കാര്യങ്ങൾ തിരക്കുക, അല്ലെങ്കിൽ ഒരു മരുന്ന് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് മനസ്സിന് സന്തോഷം കൊടുക്കുക. ശല്യം ചെയ്യാതിരുന്നാലും മതി. എല്ലാം കറക്റ്റ്. അപ്പോൾ എന്തായാലും വളരെ നന്ദി ചേട്ടാ. ചേട്ടന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ കൂടെ സൈനിങ് ഓഫ്. നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും നമ്മുടെ പ്രായമുള്ളവരെ നമ്മൾ ബഹുമാനിക്കുക, കരുതുക, അവർക്ക് വേണ്ടി ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു അംശം സമയം അവർക്ക് വേണ്ടി കൊടുക്കുക. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.